അപ്പോൾ ഇന്ന് ഞാൻ ഭയങ്കര ഹാപ്പിയിലാണ് കേട്ടാ. എനിക്കിന്നൊന്നും പണിയില്ല. അപ്പോൾ എല്ലാ പെണ്ണുങ്ങളും നമ്മളെ പ്രത്യേകിച്ച് വീട്ടമ്മമാർ ആഗ്രഹിക്കുന്ന ഒരു സംഭവമാണ് ഇത്. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് അകത്തേക്ക് പോവാം. അപ്പോൾ മൊത്തം വീട് തേച്ച് ഇതാക്കി വെച്ചിട്ടാണ് ഉള്ളത്. എന്നിട്ട് എനിക്ക് പണിയൊന്നുമില്ല. ഇത് എല്ലാം വലിച്ചു അത് ഇറത്തിട്ടാണ് ഉള്ളത്. എന്നാലും നമുക്ക് പണിയൊന്നുമില്ല. അപ്പോൾ നമുക്ക് കാണാം. എന്ന് വെച്ചാൽ മൊത്തത്തിൽ വീടിതാ കേട്ടാ എങ്ങനെ ഉണ്ടെന്ന്. എന്തെല്ലോ സാധനങ്ങളുണ്ടല്ലോ എല്ലാം വലിച്ച് വാരിയിട്ടിട്ടുള്ള വെച്ചാൽ മൊത്തത്തിൽ വീടെല്ലാം ഒന്ന് വൃത്തിയാക്കുന്നുണ്ട് മൊത്തത്തിൽ. അപ്പോൾ ഇതാ എന്ത് നമ്മൾ വൃത്തിയാക്കിയാൽ അടിയിലായിട്ട് എന്തെല്ലോ പൊടികളെല്ലാം ഉണ്ടാവുമല്ലോ. എന്നാലും ആ ഒറ്റ പൊടികളൊന്നും ഇല്ലാണ്ടിരുന്ന് മൊത്തത്തിലൊന്ന് വീട് വൃത്തിയാക്കി എടുക്കുന്നതിന്. അപ്പോൾ അതെല്ലാം ഒന്ന് കാണാം നമുക്ക്. അപ്പോൾ ആദ്യം റൂം വൃത്തിയാക്കണം. നമ്മളെ റൂമെല്ലാം കണ്ടേ ഏകദേശം നമ്മൾ അങ്ങനെ വൃത്തിയാക്കുന്ന പോലെയെല്ലാം വൃത്തിയാക്കലുണ്ട്. എന്നാലും നമ്മളെ കണ്ണിന് കാണാത്ത പൊടികളെല്ലാം ഉണ്ടാവുമല്ലോ. അത് പിന്നെ കുട്ടികൾ നമുക്ക് വെച്ചാൽ നമുക്ക് ആർക്കും ഇവിടെ പൊടി പറ്റൂല. പൊടി പറ്റി അപ്പോൾ അലർജിയായി ശ്വാസം മുട്ടലും തണുപ്പും. ഋത്തിക്കിനും ബിജുവാട്ടിനും പ്രത്യേകിച്ച് അമ്മക്കും പൊടി പറ്റുകയില്ല. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെയാണ് ഉള്ളത്. ഇപ്പോൾ നമുക്ക് ആദ്യമല്ലേ നമുക്ക് ഇപ്പോൾ ഉള്ളൊരു ഇത് കാണിക്കാം. ഇത് റൂം ഒരു ആക്കിയും തോന്നുന്നു. ഇത് വൃത്തിയാക്കി. അതെ നമ്മൾ ഭയങ്കര പൊടിയായിട്ട് നമ്മൾ പുറത്തേക്ക് പോയതേ വൃത്തിയാക്കിയിട്ട് ഇതൊന്ന് വൃത്തിയാക്കി ബാക്കിയെല്ലാം അവർ ആക്കിക്കൊണ്ടിരിക്കും. അതിന് എന്തെല്ലാം മെഷീൻ ഉണ്ടായിട്ട് ഇതൊന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടേ ഇല്ല. ഞാൻ വീഡിയോയിലെല്ലാം കണ്ടിരുന്നേനെ ഇവരിങ്ങനെയെല്ലാം വൃത്തിയാക്കുന്ന കണ്ടിരുന്നത്. ഞാൻ വിചാരിക്കലല്ല ഇതിങ്ങനെ വൃത്തിയാക്കിയാൽ നമ്മൾ തന്നെ വൃത്തിയാക്കുമ്പോൾ ഇങ്ങനെയെല്ലാം വൃത്തിയാക്കിയാൽ പൊടിയെല്ലാം പോകുമോ എന്നെല്ലാം വിചാരിക്കലുണ്ട്. പക്ഷേ എന്തെല്ലോ മെഷീനെല്ലാം കൊണ്ടുവന്നിട്ടാണ് ഇവരെ പരിപാടി. നമുക്ക് നോക്കാം എന്തെല്ലാന്ന്. അപ്പോൾ ഈ വീട് ഇത് വൃത്തിയാക്കിയിട്ടില്ല. ഇതെല്ലാം എങ്ങനെയാണ് ഉള്ളത്. ഉള്ളിൽ ഇന്നലെ ഞാൻ വീഡിയോ കാണിച്ചിട്ടുണ്ട്. ഫുള്ള് വലിച്ചിട്ടിട്ട് നമ്മൾ. അതെ ഇതാണ് ഏറ്റവും പണിയുള്ളത്. ഇതെല്ലാം ഇപ്പം ഞാൻ ഒരു മാസം മുമ്പ് വൃത്തിയാക്കിയതാണ്. എന്നാലും പൊടിയായി. ഇനി എത്ര വൃത്തിയാക്കിയാലും പൊടി വേ ആവുമല്ല. നമ്മളെ വീടുള്ളത് ഇങ്ങനെയാട്ടാ. നമ്മൾ കുറേ വീഡിയോ എല്ലാം കാണിച്ചിന്. ഇത് നമ്മളെ സെൻട്രാള്. ഇത് വരുന്നത് നമ്മളൊരു വർക്കേരിയാണ്. പിന്നെ അപ്പുറം നേരെ അപ്പുറത്തേക്ക് നമ്മളെ ബാത്റൂം വരുന്നത്.